ബി.ജെ.പിക്ക് കേരളത്തിൽ എന്താ വളർച്ച ഉണ്ടാകാത്തത്? എപ്പോഴും വലിയൊരു ചർച്ചയും സംശയമൊക്കെയാണ്. എം.പി ആയിട്ട് സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിച്ചു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ 3 പേരെയാണ് സാമാജികരായിട്ട് കിട്ടിയത്. പക്ഷേ ബി.ജെ.പി അതല്ല പ്രതീക്ഷിച്ചത്, ജനങ്ങളും അതല്ല പ്രതീക്ഷിച്ചത്. എന്നിട്ടും അതേ കിട്ടിയുള്ളൂ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, അവിടുത്തെ പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി തന്നെ വലിയ സാമ്പത്തിക തിരിമറി നടത്തി എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ 12 കോടിയോളം രൂപ മുക്കി. വാസ്തവമായിരിക്കുമോ? അതായത് അവർക്കെതിരെ അവരുമായി ബന്ധപ്പെട്ട അഞ്ജന എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പേര്. അവരുമായി ബന്ധപ്പെട്ട കുറെ രേഖകൾ ചില ആളുകളുടെ കയ്യിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ ഇതിന്റെ ചുമതല, തെരഞ്ഞെടുപ്പ് ഫണ്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചുമതലയൊക്കെ അവർക്ക് ഈ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ആരെ വേണമെങ്കിലും നിയമിക്കാമായിരിക്കും. പക്ഷെ അത്രയും എന്താ പറയാ, മുതിർന്ന ഒരു ആളാണോ പ്രവർത്തകയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അതുകൊണ്ട് മറ്റേ എസ് സുരേഷ് ഇല്ലേ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു, സുരേഷിന്റെ നോമിനി ആയിട്ട് വന്ന ആളാണ് ഈ അഞ്ജന എന്നാണ് പറയുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ എസ് സുരേഷിന് കുറച്ച് സ്വാധീനം കൂടുതലുണ്ടായിരുന്നു. എസ് സുരേഷിന്റെ ഭാര്യയുടെ പേര് അഞ്ജന എന്നാണ്. അവര് മറ്റേ ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട അതിന്റെ ഭരണസമിതിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവരല്ല ഈ അഞ്ജന, കൊല്ലം ജില്ല. ഇത് വേറൊരു ആളാണ്. മുമ്പ് ABVP-യിലും ഒക്കെ സുരേഷിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന അങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രവർത്തക ആണ്. ഇവരുടെ ഈ പാർട്ടിയിലെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അതിന്റെ പിന്നിൽ ഈ സുരേഷാണെന്നുള്ളതാണ് ആരോപണം. അതിലെത്രമാത്രം സത്യമുണ്ട് എന്നൊക്കെ ഉള്ളത് പാർട്ടിക്കാർ പറഞ്ഞോട്ടെ. പക്ഷെ അവര് സിനിജി നേരത്തെ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇവര് ഒരുപാട് ഇവരുടെ വായ്പയൊക്കെ, ഈ വീട് വായ്പയൊക്കെ ഇല്ലേ, അത് കേൾക്കുന്ന തുകയൊക്കെ കുറച്ച് വലുതാണെങ്കിലും ആ തുകയുടെ കാര്യമൊക്കെ ആളുകൾ പറയട്ടെ. എന്നോടൊരു പ്രധാനപ്പെട്ട BJP സോഴ്സ് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞത് 54 ലക്ഷം രൂപ ഈ വീടിന്റെ വായ്പ തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. പിന്നെ പുതിയ വണ്ടി വാങ്ങിച്ചു. ഇങ്ങനെ ഇതിന്റെ കുറെയൊക്കെ രേഖകളൊക്കെ ആളുകൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഫണ്ട് വിവാദം എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്, BJP-യിലെ ഫണ്ട് വിവാദം. അപ്പൊ ഇവരുടെ എന്താണ് ഗോഡ് ഫാദർ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, ആ ഗോഡ് ഫാദർ ഇങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അതിന്റെ ഒരു എമൗണ്ട് പറയുന്നുണ്ട്. അത് കുറച്ച് അധികം കോടികളാണത് പറയുന്നത്. അപ്പോ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇപ്പോൾ BJP-യിൽ ഉയർന്നു വന്നിരിക്കുന്നു. ഇവരെ കൂടാതെ 2 നേതാക്കളുടെ കാര്യം, പള്ളിപ്പുറം വിജയകുമാറോ അങ്ങനെയൊക്കെ പേര് പറഞ്ഞിട്ട് 2 നേതാക്കൾ കൂടിയുണ്ട്. അവർക്കൂടി ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരെ വെച്ചുകൊണ്ട് സാർ നേരത്തെ പറഞ്ഞ ഒരു ഗോഡ് ഫാദർ ആണ് കളിച്ചതെങ്കിൽ അവർക്കും പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഈ അഞ്ജനെ പുറത്താക്കിയാൽ സ്വാഭാവികമായിട്ടും ആ മറ്റ് 2 പേർക്കെതിരെ നടപടി ഉണ്ടാവും. 3 പേരും പുറത്തായാൽ പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള കണക്കുണ്ടാവില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നപ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങൾ, വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സാധാരണക്കാരായ BJP പ്രവർത്തകർ പ്രതീക്ഷിച്ചു. മാരാർജി ഭവൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്ന സമാനമായ ഒരു മന്ദിരം, അല്ലെങ്കിൽ BJP-ക്ക് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ നടക്കുന്നത് അഴിമതിയുടെ ഇത്തരം വലിയ കണക്കുകളാണെന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ? ഇതില് ഞെട്ടിക്കുന്നത് എന്ന് പറഞ്ഞാല്, ഇതിപ്പോ നമ്മളിതിപ്പോ ഈ സമയത്ത് ചർച്ച ചെയ്യുന്നതിന് മുമ്പേ BJP-യുമായി ബന്ധപ്പെട്ട ചില ചാനലുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ ചോർത്തി പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്, അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഒന്ന് സിനിജി പറഞ്ഞല്ലോ, വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല.
വലിയ മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇപ്പം എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP വളരാത്തതിന് ഒരു വ്യക്തമായ ഉത്തരവുണ്ട്. അപ്പോൾ നേരത്തെ മുതൽ ഈ BJPയുടെ നേതൃത്വത്തിൽ അല്ലെ നേതാക്കളായി നിൽക്കുന്നവർക്ക് സ്വന്തം പോക്കറ്റിൻ്റെ വളർച്ച മാത്രമാണ് എന്ന ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, രാജീവ് ചന്ദ്രശേഖർ വന്നു, കേന്ദ്ര മന്ത്രിസഭയിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ്, BJPയുടെ ദേശീയ നേതാക്കളുടെ നോമിനിയാണ്. ഇനി ഇവിടെ മാറ്റങ്ങൾ വരുന്നു. ശരിയാണ്, ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ പടലപ്പിണക്കവുമായി നിന്ന പല നേതാക്കളെയും അകറ്റി നിർത്തുക തന്നെ ചെയ്തത്. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ്. ബാക്കിയുള്ള എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പുതിയ പ്രസിഡന്റ് സാധിച്ചു. പക്ഷേ ഇവിടെ നടക്കുമ്പോൾ തന്നെ സാമ്പത്തികമായ വെട്ടിപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അടിത്തറ ഇല്ലാതാക്കും. 3 MLA കിട്ടിയ പാർട്ടി ഇനി പടവലങ്ങ പോലെ താഴോട്ടാണോ വളരുന്നത്? ഇതിൻ്റെ അകത്ത് അല്ലല്ല, ഇത് ദേശീയ നേതൃത്വം. അത് ചോദിച്ചത് നന്നായി. കാരണം ദേശീയ നേതൃത്വം ഈ തുകയില്ലേ തട്ടിച്ചത്, അത് തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വലിയ പണിയാണല്ലോ. അത് വലിയ പണിയാണല്ലോ, കാരണം ചെലവാക്കിയില്ലേ. അപ്പൊ പിന്നെ എങ്ങനെ ഇത് തിരിച്ചടയ്ക്കും? ഗോഡ് ഫാദർ കൊടുക്കേണ്ടി വരും. കാരണം ഗോഡ് ഫാദർ തട്ടിച്ചതായിട്ട് പറയുന്നത് വലിയ തുകയാണ്. ഈ എമൗണ്ടിനെ കാട്ടി വലിയ തുക, ഭയങ്കര എമൗണ്ടാണ്. 50 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങേര് കൊടുത്തിട്ട് തിരിച്ച് നിങ്ങൾ വേറെ 2-3 പേര് പറഞ്ഞില്ലേ, അപ്പൊ ഈ ഗോഡ് ഫാദറിന്റെ അവസ്ഥ എന്താവും? അതാണ് സാർ ഒരു സംശയം. കാരണം BJPയിലെ മറ്റെല്ലാ നേതാക്കളെക്കാട്ടിയും വലിയ സ്വാധീനമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുത്ത് എസ് സുരേഷ് എന്ന് പറയുന്ന നേതാവ് കണ്ടേ. ഒട്ടുമിക്ക വാർത്താ സമ്മേളനങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ തൊട്ടടുത്ത് സുരേഷാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖരനും മറ്റേ മലയാളം അറിയില്ല എന്ന് വലിയ ആരോപണം ചാനലുകൾക്ക് ഉണ്ടായില്ല. അതെ, അതുകൊണ്ട് സുരേഷിനെ കൊണ്ടിരുത്തുന്നതാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ട് സ്ഥലത്തേക്ക് ഇടിച്ചു കയറിയതാണെന്ന് ഇപ്പോൾ വ്യക്തമായി. അപ്പോൾ ഈ VV രാജേഷ് മേയറായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് VV രാജേഷ് പോലും നേതൃത്വത്തിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കണ്ടത്. മേയറായിട്ട് വന്ന VV രാജേഷ് ഇല്ലേ, ഇടയ്ക്ക് ചാനൽ ചർച്ചയിലൊക്കെ സജീവമായിരുന്നെങ്കിലും അദ്ദേഹം പിന്നീട് മുഖ്യധാരയിലൊന്നും കണ്ടില്ല, കുറച്ച് കാലത്തേക്കെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളെയൊക്കെ കൃത്യമായിട്ട് അകറ്റിയിട്ടും ഈ പറയുന്ന ഗോഡ് ഫാദറായിട്ടുള്ള സുരേഷ് എങ്ങനെയാണ് ഇതിലേക്ക് കയറിയത്? അപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ ഉള്ളിലേക്ക് പോലും കയറാൻ പറ്റുന്ന തരത്തിൽ ചില നേതാക്കൾക്ക് കഴിയുന്നു. നല്ല ചോദ്യം. എന്തുകൊണ്ടാണെന്നറിയോ? VV രാജേഷിനെ മേയർ സ്ഥാനത്ത് നിന്ന് എന്തു വില കൊടുത്തും പുറത്താക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാളാണ് ഈ ഗോഡ് ഫാദർ. ഓ, അത് ശരി. അപ്പൊ ഈ ഗോഡ് ഫാദറിന് BJPയുടെ അകത്ത് മാത്രം ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല ശ്രദ്ധ. ഈ രാജേഷിനെ പുറത്താക്കാൻ ആ ഗോഡ് ഫാദർ വേണമെങ്കിൽ CPM-ഉമായിട്ടും കൈകോർക്കോ, ശബരിനാഥുമായിട്ടും ഒക്കെ കൈകോർക്കുമല്ലോ. അങ്ങനെയാണ് ഇപ്പൊ ഇത്, അങ്ങനെയാണ് നമുക്ക് BJPയുടെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം. അല്ല, അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ BJPയുടെ വളർച്ചയ്ക്ക് ഇത് വലിയ തടസ്സമാണ്. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വലിയൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ഫണ്ട് വരുന്നു. BJP നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. അപ്പോൾ ഇത്രയും വലിയ ഫണ്ട് വരുമ്പോൾ അതിൽ ഇങ്ങനെ തട്ടിയെടുക്കാനായിട്ട് ചില ആളുകളുണ്ട്. അപ്പോൾ കുറേ കാലമായിട്ട് BJPയിൽ ഇതാണ് നടന്നു വരുന്നത് എന്നുള്ള ഒരു ഇമേജ് സാധാരണ ജനങ്ങൾക്കും BJP ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, BJPയിൽ സാധാരണഗതിയിൽ RSS ഒരു സംഘടനാ സെക്രട്ടറിയെ കൊടുക്കുമായിരുന്നല്ലോ. അതെ. അപ്പൊ ആ RSSന്റെ സംഘടനാ സെക്രട്ടറി ഇത് മര്യാദയ്ക്ക് മോണിറ്റർ ചെയ്യുകയും നോക്കുകയൊക്കെ ചെയ്യുന്നുള്ളതാണ് സങ്കല്പം. അപ്പൊ ആ സംഘടനാ സെക്രട്ടറി ഇല്ലാത്തത് കൊണ്ട് സംഘടനാ ചുമതലയും കൂടിയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഗോഡ് ഫാദർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് ഇതിന്റെ ഒരു കടിഞ്ഞാൺ ഈ ഗോഡ് ഫാദറിന്റെ കയ്യിൽ വന്നു എന്ന് പറഞ്ഞാൽ ഈ മൊത്തം നടത്തിപ്പുണ്ടല്ലോ, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്, ഫണ്ട് കൊടുക്കുന്നത് അല്ലേ, ചില മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ കൊടുക്കുന്നത്, A+ലേക്കോ ഒക്കെ. അപ്പൊ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതും എല്ലാം കൂടി ഗോഡ് ഫാദറിലേക്ക് ഈ RSS മാത്രമല്ല, ഈ RSSൽ തന്നെ 1-2 പേരും ഒക്കെ ആയിട്ടേ അടുത്ത ബന്ധവും ഈ ഗോഡ് ഫാദർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ആ RSS നേതാക്കളും 2 പേരുകൾ ഞാൻ പറയുന്നില്ല, എന്നാലും അവരും സംശയം നിഴലിലാണ്. എന്ന് പറഞ്ഞാൽ സംഘടനാ സെക്രട്ടറി ഇല്ലാത്തത് കൊണ്ടേ ആ ആളുകളെ തൃപ്തിപ്പെടുത്തിയാൽ മതിയല്ലോ ഗോഡ് ഫാദറിന്. ആ ഒരു തൃപ്തിപ്പെടുത്തലും കൂടി സമാന്തരമായിട്ട് നടന്നുകൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും ഇത് ഈ ഒരു മറ്റേ ജൂനിയറായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഈ ഫണ്ട് വിവാദം അതുകൊണ്ട് നിൽക്കാൻ സാധ്യതയില്ല. വേറെ 2 പേരിലും നിൽക്കാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.